ഇപ്പോൾ സമയം 11 മണി. നൈനു ഉറങ്ങിയാലേ ഇങ്ങനത്തെ പണിയെല്ലാം ഇവിടെ നടക്കും കേട്ടോ. അപ്പോൾ നൈനു ഉറങ്ങിയിട്ടാകുമ്പോൾ എല്ലാ ബുക്കും കാര്യങ്ങളെല്ലാം എടുത്തു. നാളെ നൈനു സ്കൂൾ തുറക്കും. നാളെ എന്ന് പറയുമ്പോൾ 13-ാം തീയതി, ഏപ്രിൽ 13-നാണ് സ്കൂൾ തുടങ്ങുന്നത്. 12-ന് രാത്രിയിലത്തെ പണിയാട്ടോ ഇത്. നൈനുവിന് 8 ടെക്സ്റ്റ് ബുക്കാണ് വരുന്നത്. അതിൻ്റെ നോട്ട് ബുക്സും ഉണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, EVS, ഡ്രോയിങ് ബുക്ക്, പിന്നെ കോപ്പി, ഡയറി, ഇതൊക്കെ ഇവരെ ടെക്സ്റ്റ് ബുക്കാട്ടോ. പിന്നെ ഇംഗ്ലീഷിൽ തന്നെ 2 ടെക്സ്റ്റ് വരുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കായിട്ടും വരുന്നുണ്ട്, വർക്ക് ബുക്കായിട്ടും വരുന്നുണ്ട്. പിന്നെ അതിനൊരു നോട്ട് ബുക്കും ഉണ്ട്. അതുപോലെ തന്നെ ഹിന്ദിക്കും ടെക്സ്റ്റ് ബുക്കും ഉണ്ട്, വർക്ക് ബുക്കും ഉണ്ട്, പിന്നെ അതിനൊരു നോട്ട് ബുക്കും ഉണ്ട്. കൂടാണ്ട് കോപ്പി, ഡയറി, ഡ്രോയിങ് ബുക്സ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം 8 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഞെട്ടിപ്പോയി കേട്ടോ. നഴ്സറിയിലൊക്കെ 8 ടെക്സ്റ്റ് എന്നെല്ലാം കേൾക്കുമ്പോൾ. പിന്നെ ഓരോ ടെക്സ്റ്റിനും ഓരോ കളർ ബൈൻഡാണ് കേട്ടോ ഇടാൻ പറഞ്ഞിട്ടുള്ളത്. 5 കളർ ബൈൻഡാണ് തന്നിട്ടുള്ളത്. ബ്ലൂ, പർപ്പിൾ, ഗ്രീൻ, പിങ്ക്, യെല്ലോ. പിന്നെ ഒരു വർഷത്തേക്കുള്ള എല്ലാ സാധനമായിട്ടോ. ഇത്രയും സാധനം വേണമെന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേരല്ലേ, കുറേയൊക്കെ കാണാതായി കളയില്ലേന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇങ്ങനെ കുത്തിയിരുന്ന് ബൈൻഡ് ഇടുന്ന സമയത്ത് നമ്മൾ സ്കൂൾ കാലമായിട്ടോ ഓർമ്മ വരുന്നത്. ആ സമയത്താണ് ബുക്കിന് ബൈൻഡൊക്കെ ഇട്ട് നെയിം സ്ലിപ്പൊക്കെ ഇട്ട് ഒതുക്കി വെച്ച് പുതിയ ബാഗിൽ ബുക്കൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ ആട്ടോ ഇപ്പോൾ ഓർമ്മ വരുന്നത്. നൈനുവിന് ആദ്യം അഡ്മിഷൻ എടുത്ത മുതലൊരു എക്സൈറ്റ്മെൻറ്റ് രണ്ടാക്കും. സ്കൂളിൽ പോവില്ലയോ കരയോ അതെല്ലാം വിചാരിച്ചിട്ട്. നമ്മളെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുള്ള പിള്ളേരെല്ലാം സ്കൂളിൽ പോകുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ചോദിക്കും, സ്കൂളിൽ പോകുന്ന നൈനു, സ്കൂളിൽ പോവാ എന്നൊക്കെ പറഞ്ഞാൽ നൈനു പറയും ഇല്ല പോകുന്നില്ല എന്ന് പറയും. പിന്നെ അലവോട്ടൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് അവൾ പോകാൻ വേണ്ടി കരയും. ആ സമയത്ത് അലവോട്ടൻ പറയും ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നില്ല സ്കൂളിലേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ അവൾ മിണ്ടാണ്ടിരിക്കും, പിന്നെ പോകാൻ നിൽക്കില്ല. അങ്ങനെയായിരുന്നു. പിന്നെ അതുകൊണ്ടൊരു പേടിയായിരുന്നു, സ്കൂളിൽ പോവോ. അങ്ങനെ കാത്തിരിപ്പിന് വിരാമെന്ന പോലെ നാളെ സ്കൂള് തുടങ്ങുകയാണ്. നാളെ കാത്തിരുന്ന് കാണാം എങ്ങനെയാണ്. അങ്ങനെ ബൈൻഡൊക്കെ ഇട്ട് ഏകദേശം തീരാറായിട്ടോ. പിന്നെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതുവരെയായിട്ടും നൈനുവിനെ ഐഷല ലോഗ് എന്ന് ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. ഇനി മുതൽ ഐഷൽ എന്നായിരിക്കും എല്ലാവരും വിളിക്കുക. നഴ്സറി ക്ലാസ്സിലെ സ്റ്റേഷനറി വേണമെന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് അവർ ഫുൾ കിറ്റായിട്ട് നമുക്ക് തരും കേട്ടോ. അതിലത്തെ സാധനമാണ് കേട്ടോ ഇതെല്ലാം. പെൻസിൽ കിറ്റ്, സ്കട്ടർ, പെയിൻറ്റ് കൊടുക്കാനുള്ള ബ്രഷ്, പെയിൻറ്റ്, ക്രയോൺസ്, ഇറൈസറ്, അങ്ങനെ എല്ലാ ബുക്കിനും ബൈൻഡും നെയിം സ്ലിപ്പും പേരും ഒക്കെ എഴുതി വെച്ചു. ഇനി ബാഗിലെല്ലാം സെറ്റാക്കി വെക്കാം. പിന്നെ രാവിലെ പണിയൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ബാഗ്, വാട്ടർ ബോട്ടിൽ ഒഴികെ ബാക്കി ബുക്സ്, സ്റ്റേഷനറി എന്ത് സാധനം വാങ്ങിച്ചിട്ടുണ്ടോ അതെല്ലാം സ്കൂളിൽ തന്നെ വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഫസ്റ്റ് ഡേ തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബുക്സ് മാത്രം കൊടുത്തു വിടും തോന്നുന്നു. അതും ഒരു കണക്കിന് നല്ലതാണ്, ഡെയിലി കെട്ടുമറക്കി പോകണ്ടല്ലോ. ഇനി ഒരു ബുക്കും കൂടി കിട്ടാനുണ്ട് കേട്ടോ, ഒരു ഡയറി കിട്ടാനുണ്ട്. അങ്ങനെ നഴ്സറി ക്ലാസ്സിലെ ടെക്സ്റ്റും ബുക്കും ഒക്കെ ബാഗിലെടുത്ത് വെച്ചു കേട്ടോ. ഇത്രയാണ് നഴ്സറി ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് സ്റ്റേഷനറി സാധനങ്ങൾ എടുത്ത് വെക്കണം. എല്ലാ സാധനത്തിനും പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കൺഫേമായി പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഏത് സാധനം കൊണ്ടുപോയാലും ആ സാധനത്തിൻ്റെ പുറത്ത് കുട്ടിയുടെ പേര് എഴുതി വെക്കണം എന്നുള്ളത്. അങ്ങനെ എഴുതി വെച്ച സ്റ്റേഷനറീസാണ് ഇതെല്ലാം. ഇനി ഇതെല്ലാം ബാഗിൽ എടുത്ത് വെക്കണം. എല്ലാം സെറ്റായിട്ടോ. ഇനി നാളെ നേരെ സ്കൂളിലേക്ക് എടുത്തിട്ട് പോയാൽ മാത്രം മതി. ഓൾ സെറ്റ്. അങ്ങനെ ലഞ്ച് ബോക്സിനും പെൻസിൽ ബോക്സിനും ഒക്കെ പേരെഴുതി വെച്ചു. അങ്ങനെ രാവിലെ ആയിട്ടോ. രാവിലെ പുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പുട്ട് നല്ലോണം കഴിക്കൂട്ടോ നൈനു. പുട്ടും കടലക്കറിയും പുട്ടും ചെറുപയറും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതൊന്നും എരിവ് പാടില്ല. എരിവുണ്ടായാലും കഴിക്കൂല. സാധാരണ ഒരു 7:30-8 മണിക്കുള്ളിൽ എണീക്കാറുണ്ട്. ഇനിയിപ്പോൾ വിളിക്കട്ടെ കേട്ടോ. സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോണ്ടേ? വാ എണീക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഒന്നുമില്ലേ ഇന്ന്? എനിക്കിപ്പാ ബ്രഷ് ചെയ്യണം, പുതിയ ഡ്രസ്സ് ഇടണം, കുളിക്കണം.
കുളിച്ചിട്ട് നല്ല പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോണം. ബാഗില്ലേ? പുതിയ ബാഗില്ലേ? ബുക്കില്ലേ? വാട്ടർ ബോട്ടിലില്ലേ? വേഗം എണീക്ക്. സ്കൂളിൽ പോണം പറ. അപ്പൊ ഈ പുട്ട് തിന്നുന്നുണ്ട് ഗൈസ്. ബിഗ് എന്നല്ലേ പിന്നെ മേടിച്ചിനി. പൊതിക്കായിന്നില്ലേ? പിന്നെ എങ്ങനെ കൊണ്ടുപോല്? പുട്ട് തിന്നാല. ഞാൻ പുട്ട് തിന്നു ഗൈസ്. അറിയുന്നില്ലേ? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. സ്കൂളിൽ പോയിട്ട് നിൽക്കൂലേ? കരിയില്ലല്ലോ? കരിയില്ലല്ലേ? ഗുഡ് ഗേൾ അല്ലേ നീനു? ഫ്രൂട്ട്സ് എല്ലാം കഴിക്കണം. ഫിനിഷ് ആക്കിയിട്ട് വരണം ഫ്രൂട്ട്സ്. ഓക്കെ, ഇന്ന് ഫ്രൂട്ട്സേ വേണ്ടു. ഫസ്റ്റ് ഡേ 10 to 12 മണി വരെയാണ് ക്ലാസ്. ഈ മാസം മൊത്തം അങ്ങനെയായിരിക്കും. അത് കഴിഞ്ഞ് മെയ് ജൂൺ വെക്കേഷനായി. ജൂൺ ലാസ്റ്റ് ഇനി ക്ലാസ് തുടങ്ങും. പിള്ളേരും അന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് നാളെയാ ഉച്ചക്ക് വരുമല്ലേ? ഫ്രൂട്ട്സ് എല്ലാം തിന്നണം. കുരുത്തക്കേട് കളിച്ചൂടാ? അത് ശരിയാണ് ശരിയാണ് നേരാണ്. സാധാരണ ഇടുമ്പോൾ ഉൾട്ടയാട്ടോ ഇടല്. എത്ര പറഞ്ഞാലും അതങ്ങനെ ഇടും. പോലായാ? പൊന്തില്ലേ? ലഞ്ച് ബോക്സ് വേണ്ടേ? അപ്പോൾ വെള്ളമൊക്കെ ഇനി ലഞ്ച് ബോക്സ് റെഡിയാക്കണം. ചിക്കും വാട്ടർ മെലണാട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. 2 മണിക്കൂറല്ലല്ലോ. ഇനിയിപ്പോൾ കഴിക്കുമെന്ന് അറിയില്ല. പുതിയ ലഞ്ച് ബോക്സ് എല്ലാം ആയതുകൊണ്ട് ചിലപ്പോൾ കഴിക്കുമായിരിക്കും. സാധാരണ കൊണ്ടുപോകുന്ന ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ചിലപ്പോൾ കഴിക്കുമായിരിക്കും. ലഞ്ച് ബോക്സ് അങ്ങനെ റെഡിയായി. അതിൽ ഒരു ഫോർക്കും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ലഞ്ച് ബോക്സിൽ ഇങ്ങോട്ട് മണ്ണിൽ കളിക്കല്ലേ? വേണ്ട, ലഞ്ച് ബോക്സിൽ സ്പൂണും വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോർക്ക് എല്ലാം തിന്നണം. സ്പൂണ് ഫോർക്കും വേണ്ട, ഫോർക്ക് മാത്രം മതി. കുത്താൻ കഴിയും. എയിൽ വെക്കല്? അങ്ങനെ ആക്കുന്നേ? അപ്പായി എടുക്കും വന്നിട്ട്. അപ്പായി
Bye, bye Nainu. All the best. All the best. Say good morning, ma'am. Welcome. Good morning. Good morning. गुड मॉर्निंग बोलो चल 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 Good morning. Welcome. Welcome to nursery. देखो गुड मॉर्निंग करो ഫസ്റ്റ് ഡേ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അലോട്ടം മാത്രമാണ് കേട്ടോ പോയത്. ഞാൻ പോയാൽ പിന്നെ ഒട്ടും നിന്നിട്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ പോവാഞ്ഞത്. ഇതിവരെ ക്ലാസ് അല്ല കേട്ടോ, ഇത് പ്ലേ ഏരിയ ആണ്. എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ട് കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടാവും ഫസ്റ്റ് ഡേ ആയിട്ട് കരയുന്നൊന്നുമില്ലല്ലോ. അലവട്ടൻ ടീച്ചറെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വരുമ്പോൾ നല്ലോണം കരഞ്ഞു. പിന്നെ നൈനുവിന് കളിക്കാൻ വേണ്ടിയിട്ട് പരിചയമുള്ള പിള്ളേർ തന്നെ വേണമെന്നൊന്നുമില്ല. ആരെ കിട്ടിയാലും അവരൊക്കെ സെറ്റായിക്കോളും. അതേ ഉണ്ടായിരുന്നുള്ളൊരു സമാധാനം. പിന്നെ ഒരു 2 മണിക്കൂറല്ലേ, അത് ടപ്പേന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ 12 മണിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ പോയിട്ടോ. ഇതാട്ടോ എൻ്റെ സ്കൂൾ വരുന്നത്. ഇവിടെ നഴ്സറി, LKG, UKG. ഇപ്പോൾ നഴ്സറി 2 സെക്ഷനേ ഉള്ളൂ, എയും ബിയും. പിന്നെ ജൂണിൽ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് D ഡിവിഷൻ വരെ പോവും. അപ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് പാരൻസൊക്കെ വന്നു കേട്ടോ. പിന്നെ നോക്കി കരയുന്നു. അതെ നമ്മളടത്തുമ്പോഴത്തേക്ക് ഒരു മലയാളി ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നിച്ചാട്ടോ ക്ലാസ്സിലേക്ക് പോയത്. നമ്മൾ ക്ലാസ് അപ്പുറത്താണോ? ഡിവിഷൻ ആക്കിയിട്ടില്ല. ജൂണിലെ ഡിവിഷൻ ആക്കുമായിരിക്കും. അവരുടെ അച്ഛന്മാരെ വീട്ടിൽ കൊണ്ടുപോയിക്കോ. വേറെ ഏത് മലയാളി ഉണ്ട് പറഞ്ഞേ? കേട്ടോ क्या मिशिका भैया टिफिन फिनिश करना इधर ही आपने किया इधर नहीं दे दया दया रोई थी क्या? पहले दिन तो होता ही है. इसकी स्टेशनरी नहीं लाए ना? मैंने दे दिया ना. दे दिया. हाँ क्लास कहाँ है? उधर है क्या क्लास? यही ना, ये बच्चे टीवी में घुमाना पड़ता है. हेलो तीना खाया सब खाया था. ടീച്ചറോട് പറഞ്ഞ ഇതാരും ആക്കി തന്ന ഐഷൽ എന്തിനു കരഞ്ഞിനി? എല്ലാം കരഞ്ഞിട്ട് വരും നോക്ക്. നൈനുവിൻ്റെ അത് കിട്ടിയില്ലല്ലോ കയ്യില്, അവരുടെ കയ്യിലുണ്ടല്ലോ. സെക്ഷൻ എ സെക്ഷൻ ബി. എവിടെ പോന്ന്? സ്കൂൾ എങ്ങനെയുണ്ട് കുഞ്ഞു? സൂപ്പർ ഉണ്ടാ? ले लो ले लो.
पूरा हाथ भी नहीं आया इसमें देखो ज़्यादा रो रहा देखा ഇത് നൈനിൻ്റെ കയ്യാ മൈ ഫസ്റ്റ് ഇംപ്രഷൻ കണ്ട നാളെ കരയും എന്നാ എന്തിനി നാളെ കരഞ്ഞൂടാ ഇവരാട്ടോ ഞാൻ പറഞ്ഞ മലയാളി ഇവർ രണ്ടാളും ഒരു ക്ലാസ്സിലാട്ടോ. അങ്ങനെ ഇന്നത്തെ സ്കൂൾ ഡേ കഴിഞ്ഞു കേട്ടോ. വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. അലവട്ടെ കൊണ്ടുവിട്ടതിൻ്റെ ഒരു വിഷമം, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കട്ടെ നോക്കട്ടെ ട്രെയിൻ സ്റ്റാർട്ടാക്കൂല, ട്രെയിനൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ ഇന്നത്തെ സ്കൂൾ ടാസ്ക് കഴിഞ്ഞതായി അറിയിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.